ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കൈലാസിനെയും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ക്ഷണിക്കുകയാണ് പാർവതിയുടെ അമ്മ. ഇവിടെ അമ്പലത്തിലെ ഉത്സവമാണ്. കൈലാസാറും പിന്നെ പാർവതിയുടെ പിറന്നാളിന് വന്ന ആ പ്രിയൻ, അതുപോലെ തന്നെ ജയന്തി, മോഹൻ, സൗന്ദര്യ, പിന്നെ ഹോസ്റ്റലിലെ ചില പിള്ളേരുണ്ടല്ലോ, അവരെ എല്ലാവരും കൂട്ടിക്കൊണ്ട്, മുക്ത മേഡം എല്ലാവരും കൂട്ടിക്കൊണ്ട് സാറ് തന്നെ വരണം എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കൈലാസ് പറഞ്ഞിട്ട് അതിനെന്താ, തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യം പാർവതി അടുത്ത് സംസാരിച്ചിട്ട് ഞങ്ങൾ വരുന്ന ദിവസവും സമയമൊക്കെ പറയാം എന്ന് പറയാണ്. വളരെ നന്ദി സർ എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി അമ്മ ഫോം വെക്കാണ്. കൈലാസിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാട്ടോ. കൈലാസ് സന്തോഷം കൊണ്ടിരിക്കാനും വയ്യ. ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ കൈലാസ് പറയേണ്ടത് വേറൊന്നല്ല, ഒരു ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ക്ഷണിക്കാനോ? എന്ത് ക്ഷണിക്കാൻ? എവിടെ ക്ഷണിക്കാൻ? അതോ പാർവതിയുടെ അവിടുത്തെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമാണല്ലോ. ഓ, അതിനിപ്പോ കൈലാസിന് എന്താ? അല്ല, പാർവതിനെ എന്തായാലും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോ അന്ന് പാർവതിയുടെ പിറന്നാളിന് വന്ന എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പാർവതിയുടെ അമ്മ വിളിച്ചത്. ഓ, അവരുടെ വിചാരം എന്താ? അവരെ പോലെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്നെ. ഇവിടത്തെ ആൾക്കാരുടെ ജോലി തിരക്കും കാര്യങ്ങളൊന്നും അവർക്കറിയണ്ടല്ലോ. ഏ, എന്താ മുക്ത നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്പലത്തിലെ കാര്യത്തിന് വേണ്ടിട്ടല്ലേ? പിന്നെ ഈ ഉത്സവവും നാട്ടും പ്രദേശവും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമല്ലേ? എന്തായാലും ഞാൻ ഇതെന്തായാലും പോകുമെന്ന് ഉറപ്പാണ്. പിന്നെ പോകുമ്പോ പ്രിയനെയും മോഹനെയും ജയന്തിനെയും സൗന്ദര്യനെയും എല്ലാവരും വിളിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. എല്ലാരും കൂടി ഹാപ്പി ആയിട്ട് പോയി വരണം. പിന്നെ ഞാനൊരു പ്ലാനും കൂടി ചെയ്യുന്നുണ്ട്. പ്ലാനോ? എന്ത് പ്ലാൻ എന്ന് നമ്മുടെ മുക്ത ചോദിക്കുമ്പോഴേക്കും എന്താണ് കൈലാസ് പറയണ്ട, വേറൊന്നുമല്ല, അമ്പലത്തിലെ ഉത്സവം, അവളുടെ വീട്ടുകാർ എല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ പ്രണയം പറയാൻ പറ്റിയ സമയം ഇത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. കൈലാസ് എന്തൊക്കെയാ പറഞ്ഞത്? അവളുടെ നാട്ടിൽ വെച്ച് അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടോ? അതെ, അവളുടെ അടുത്ത് പറയണേക്കാളും നല്ലത് വീട്ടുകാർക്ക് പറയണതാണെന്ന് എനിക്കിപ്പോ തോന്നണത്. അവളുടെ വീട്ടിൽ കാര്യം അവതരിപ്പിക്കണം. കൈലാസ് അതെങ്ങനെയാ? എനിക്ക് ഉറപ്പുണ്ട് മുക്ത, അവരുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമാകും, അവളുടെ അച്ഛനമ്മക്കൊക്കെ എന്നെ ഇഷ്ടമാകും. എന്തായാലും അവർ ഈ വിവാഹം നടത്തി തരുകയും ചെയ്യും. അതന്നെയാ നല്ലത്. അവരുടെ അടുത്ത് നേരിട്ട് ഈ കാര്യം പറയാ. വിവാഹം ഉറപ്പിച്ചിട്ട് തിരിച്ചു വരിക. അതെ, പ്രൊപ്പോസ് ചെയ്യണം. അതിന് പറ്റിയ സമയം ഇത് തന്നെയാണ്. ഇതെന്തായാലും ഞാൻ മിസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് സന്തോഷത്തിലിരിക്കാട്ടോ. മുക്തക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരുവാണ്. മുക്ത വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം അപ്പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യുക മാത്രമല്ല, അവളുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോകുവാണ്. എന്തായാലും ഈ യാത്ര ഈ മുക്ത മുടക്കിയിരിക്കും. അവളുടെ വീട്ടുകാർക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം കൈലാസിനെ വിളിക്കാനായിട്ട്? എന്തായാലും അവളെന്തായാലും നാട്ടിലേക്ക് പറഞ്ഞു വിടാം. പക്ഷെ പറഞ്ഞു വിടുമ്പോ ഇനി മേലാൽ അവൾ ഇവിടേക്ക് വരുന്ന രീതിയിലേക്ക് പറഞ്ഞു വിടണം. ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് ഇനി തിരിച്ചു വരരുത്. അവൾ നാട്ടിൽ തന്നെ കിടന്ന് ഒടുങ്ങട്ടെ എന്ന് മുഗ്ധ മനസ്സിൽ വിചാരിക്കണം. അതിന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. കരുനാഗത്തിന്റെയും അതുപോലെ തന്നെ അരവിന്ദന്റെയും സഹായം ചോദിക്കണം എന്ന് മുഗ്ധ മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം ഈ കാര്യം അരവിന്ദിനോടും കരുനാഗരൻ സാറിനോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവര് പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ അതാണ് കൈലാസിന്റെ പ്ലാൻ അല്ലേ? കൊള്ളാം, നല്ല അടിപൊളി പ്ലാൻ തന്നെ. അവളോട് പറഞ്ഞേക്കാളും അവളുടെ അച്ഛനും അമ്മയടുത്തും പറഞ്ഞ കാര്യം നടക്കുമെന്നേ കൈലാസിന് നന്നായിട്ട് അറിയാം. എന്തായാലും അവൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടരുത്. ചിലപ്പോ അവൻ വിവാഹാലോചിക്ക മാത്രമല്ല, ചിലപ്പോ താലികെട്ടും കൂടി കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അതുകൊണ്ട് ആ യാത്ര മുടക്കിയേ പറ്റൂ. ആ പാർവതി വേണമെങ്കിൽ പോട്ടെ, പക്ഷെ തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാ മതി എന്നൊക്കെ കരുനാഗ സാറും ഇങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം മൂത്ത ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴേക്കും ഹോസ്റ്റൽ മേറ്റും പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. ഒരിക്കലും പാർവതീനെ കൈലാസിനെയും ഒരുമിച്ച് വിടരുത്. അവര് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വിടുന്നത് അവളുടെ കഴുത്തിൽ താലിയായിട്ടായിരിക്കും, കൈലാസ് കെട്ടിയ താലി എന്നൊക്കെ പറയാണ്. അപ്പൊ മുക്ത മനസ്സിൽ പറയണ്ട, അതെ, ഒരിക്കലും അത് സംഭവിക്കരുത്. ആ യാത്ര മുടക്കിയേ പറ്റൂ എന്നൊക്കെ മുക്ത ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. അതേസമയം പാർവതിയുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ആഘോഷമാണ്. പാർവതിയുടെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ, ഈ പ്രാവശ്യം പാർവതി വരുമല്ലോ അല്ലേ? ചേച്ചി വരുമോ? ഉറപ്പാണോ? വരുമെന്നാടാ പറഞ്ഞത്. ചേച്ചി വർക്കുന്ന കമ്പനിയിലെ സാറിനെ ഞങ്ങളിപ്പോ പിടിച്ചത്. അവരെല്ലാരും കൂടി ഒരുമിച്ച് വരാൻ പോണത്. ആണോ? അപ്പൊ അടിപൊളിയായിരിക്കും. പാർവതി പാർവതി എന്ന് പറഞ്ഞിട്ട് പാർവതി ചേച്ചി പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതേസമയം നമ്മുടെ കൈലാസ് പാർവതി എടുത്തും അതുപോലെ തന്നെ അവിടുത്തെ ഗ്യാങ്ങിനോട് എല്ലാവരും വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. കുറച്ചു മുമ്പ് പാർവതിയുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു. അമ്മയോ? സാറിനെയോ? അതെ, പാർവതിനെ ഉത്സവത്തിന് വിടണോന്ന് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഉവ്വോ, അതെ,
പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത്? ഉത്സവത്തിന് എന്നെയും ദേ പ്രിയനെയും ജയന്തിനെയും എല്ലാവരും അമ്മ ക്ഷണിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. പാർവതിയുടെ അമ്പലത്തിലെ ഉത്സവത്തിന് പാർവതിക്ക് ഒരാഴ്ചത്തേക്ക് ലീവ് തരാണ്. ഉത്സവ സമയത്ത് 2 ദിവസം ഞങ്ങൾ എല്ലാവരും അവിടെ വന്ന് തങ്ങുകയും ചെയ്യും. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ വന്ന് നിന്ന് തങ്ങണോന്ന്. സത്യമായിട്ടും സാറ് വരുമോ? ആ വരുമെന്നേ, ഞങ്ങൾ എല്ലാവരും എന്തായാലും ഉത്സവത്തിന് വന്നിരിക്കും. അല്ലേ പ്രിയൻ? അതെ അതെ, തീർച്ചയായിട്ടും പോയിരിക്കും. പാർവതിയുടെ നാടൊന്നും കണ്ടിട്ട് മതിയായില്ല, ഈ പ്രാവശ്യം അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാട്ടോ. അപ്പൊ അടുത്ത ആഴ്ചയാണ് പാർവതിയുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം കേട്ടോ. അങ്ങനെ പാർവതി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ അമ്മയും അച്ഛനാണെങ്കിൽ അവരുടെ വീട്ടിലല്ല, തൊട്ടപ്പുറത്തൊരു വാടകയ്ക്ക് വീട് കൊടുക്കാനുണ്ടായിരുന്നു. ആ വീടാണ് ഒരാഴ്ചത്തേക്ക് വാടകയ്ക്ക് വാങ്ങിക്കാട്ടോ. ഇവരെ നിർത്താനും ഇവർക്ക് സൗകര്യങ്ങളൊക്കെ വേണമല്ലോ, ബാത്റൂം, കുളിമുറി, കിടക്കാനുള്ള സൗകര്യം. അപ്പൊ അതിനു വേണ്ടി ആ വീട് ഒരാഴ്ചത്തേക്ക് വാടകയ്ക്ക് വാങ്ങിച്ചിരിക്കാട്ടോ. അങ്ങനെ പാർവതിയും അതുപോലെ പാർവതിയുടെ കൈലാസും പ്രിയനും മോഹനൊക്കെ അവിടെയാണ് തങ്ങണത്. അപ്പൊ പാർവതിയുടെ അമ്മ പാർവതി വീട്ടിൽ വരുമ്പോ തൊട്ട് ശ്രദ്ധിക്കാട്ടോ. വേറൊന്നല്ല, പാർവതിക്ക് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അമ്മക്ക് മനസ്സിലാവുന്നില്ല, എന്താ മോളെ നിനക്ക് പണി കൂടുതലാണോ, നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഓ അമ്മയുടെ തോന്നലാണ്. അമ്മ മാത്രല്ല, മക്കള് പുറത്തു പോയിട്ട് വന്നു കഴിയുമ്പോ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്, മക്കള് ക്ഷീണിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒരു കുഴപ്പമില്ല അമ്മേ എനിക്ക് എന്ന് പറയണം. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും പാർവതിക്ക്, അതായത് പ്രഗ്നന്റ് ആണല്ലോ പാർവതി, അപ്പൊ അതിന്റെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ പാർവതി ഇങ്ങനെ കാണിച്ചു തുടങ്ങാട്ടോ. അപ്പൊ വേറെ ആർക്കും പാർവതി പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായില്ലെങ്കിലും സ്വന്തം അമ്മക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാർവതി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അമ്മ മനസ്സിലാക്കുക തന്നെ ചെയ്യും. മനസ്സിലാക്കുക മാത്രമല്ല, ഇതിനെക്കുറിച്ച് പാർവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പാർവതിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മാത്രമല്ല പാർവതി അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അച്ഛനും അമ്മക്ക് അറിയാം. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. പാർവതിക്കും അത് തന്നെയാട്ടോ ഒന്നും മനസ്സിലാകാത്തത്. പിന്നെ അവിടെ ബഹളം തന്നെയായിരിക്കും. എന്തായാലും ആ പ്രഗ്നന്റ് ആവുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല, കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവര് ഉത്സവത്തിന് പോണതും അവിടെ പോയിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് കൈലാസ് എല്ലാവരുടെ ഉത്സവത്തിന് പോണം. അപ്പൊ എല്ലാവർക്കും ലീവ് തന്നിരിക്കുകയാണ്. നമുക്ക് പാർവതിയുടെ നാട്ടിൽ പോയി അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയാണ്. പാർവതിക്ക് സന്തോഷമാവാണ്. പക്ഷെ ഇവരുടെ ഒരു നാട്ടിൽ പോക്കും ഉത്സവത്തിൽ പങ്കെടുക്കലും അതുപോലെ തന്നെ കൈലാസിനെ പാർവതിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോണതും എല്ലാം തന്നെ എങ്ങനെയെങ്കിലൊക്കെ മുടക്കണമെന്ന് വിചാരിച്ച് മുക്ത ഓരോരോ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ അരവിന്ദനും കരുനാഗനും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ മുക്തടുത്ത് കൂട്ടുകാരത്തികൾ പ്രത്യേകം പറയണ്ട, ഒരിക്കലും കൈലാസും പാർവതിയും ഒരുമിച്ച് നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈലാസ് പ്രണയം പാർവതി അടുത്ത് പറയും. പാർവതിയുടെ വീട്ടുകാർക്ക് ഗോൾഡൻ ചാൻസ് അല്ലേ, പാർവതിയുടെ വീട്ടുകാരെ സമ്മതിക്കുകയും ചെയ്യും, ചിലപ്പോൾ കെട്ടു നടത്തി കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങൾ മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ഭാഗങ്ങളാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.